ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം, അതായത് അതിന് കേസെടുക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ടൈം ലിമിറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുള്ള ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഒരു പ്രതികരണം വന്നതിന് ശേഷം ഇപ്പോൾ അതിനൊരു കേസ് എടുത്തിരിക്കുന്നു. കേസ് എടുത്തിരിക്കുന്നതിനകത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ നമ്മൾക്കിതിന് കേസ് എടുക്കാനുള്ള റൈറ്റ്. അതായത് ഇന്ത്യ ഒരു നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യം എന്ന നിലയ്ക്ക് ക്രിമിനൽ പ്രൊസീജിയർ കോഡും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എവിഡൻസും ബാക്കിയുള്ള എല്ലാ ആക്ടുകളെയും ഉൾപ്പെടുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റേറ്റിന്റെ കോസ്റ്റൽ പോലീസിന് ഈ പറയുന്ന കാര്യത്തിലേക്ക് കേസെടുക്കാൻ കഴിയും എന്നുള്ള കാര്യം ഓൾറെഡി ഇപ്പൊ നമ്മൾ തെളിഞ്ഞിരിക്കുന്നു. ഇനിയും ഇതിന്റെ മുന്നോട്ട് പോകുന്ന കാര്യത്തിനകത്തിലേക്ക് ഇന്ത്യക്ക് 2017 അഡ്മിറാൽറ്റി ലോ ഉണ്ട് ഇന്ത്യക്ക്. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷന്റെ കൺവെൻഷൻ ഓഫ് ദ ലോ ഓഫ് ദ സീ എന്ന് പറയുന്ന അൺക്ലോസിന്റെ കാര്യങ്ങളുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ഷിപ്പിന്റെ ആക്സിഡന്റ്, നാവിഗേഷന്, കാർഗോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൊമേഴ്സ്യൽ ഇഷ്യൂസുകള്, എൻവയോൺമെന്റ്, പൊള്യൂഷന്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ കേസ് നാം എടുത്തിരിക്കുന്നത് തന്നെ നമുക്ക് ഇൻവെസ്റ്റിഗേഷന്റെയും അതിന്റെ ഫർദർ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അവസരമാണ്. അപ്പം ആ ഒരു കാര്യത്തെ നമ്മൾ ആ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് പറയാൻ കഴിയത്തില്ല. കാരണം ഇതിന്റെ ഒരു പർട്ടിക്കുലർ ഇപ്പൊ തന്നെ കേസ് എടുത്തേക്കുന്നതിനകത്ത് ഞാൻ യാത്രയിലാണ്. കേസ് എടുത്തതിനകത്ത് ഞാൻ കേട്ടത്, ഫോണിൽ കൂടെ കേട്ട വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ ഒന്നാമത്തെ പ്രതിയായിട്ട് ആ വെസൽ ഓണേഴ്സിനെ, രണ്ടാമതായിട്ട് അതിന്റെ നാവിഗേഷൻ ഓഫീസേഴ്സിനെ കണക്റ്റഡ് ആയിട്ട് വരുന്ന തരത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ മൾട്ടിപ്പിൾ തലങ്ങൾ, ഇത് എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായതിന്, വരുന്നതിനകത്തിൽ കാർഗോ മാനേജ്മെന്റുമായിട്ടുള്ള കാര്യത്തില്, ബാലിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിനകത്തില്, നാവിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിനകത്തില്, മറ്റ് സേഫ്റ്റി മെഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള, കണ്ടെയ്നർ സ്റ്റാക്ക് ചെയ്തിട്ടായിട്ടുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ നിരവധി ഘടകങ്ങൾ, മറ്റ് ക്രിമിനൽ കോൺസ്പിറൻസി എന്തെങ്കിലും ഇതിനകത്തിലേക്ക് നടന്നിട്ടുണ്ടോ അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഒപ്പം തന്നെ ഈ പറയുന്ന തരത്തിലേക്കുണ്ടായിട്ടുള്ള ആക്സിഡന്റ് മുഖാന്തരം നമ്മുടെ കോസ്റ്റൽ ടൂറിസത്തിനും കോസ്റ്റൽ എക്കോണമിക്കും നമ്മുടെ ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്കും എൻവയോൺമെന്റിനും നമ്മൾക്ക് മാത്രമല്ല നമ്മളുടെ മറ്റ് സമൂഹത്തിനകത്തിലേക്കൊക്കെ സംഭവിച്ചിട്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അത് അങ്ങനെയുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ നമുക്ക് നേടിയെടുക്കാനുമുള്ള ഒരു അവസരമാണ്. പക്ഷെ ഇത്തരത്തിലൊക്കെയുള്ള ഒരു വിഷയത്തിന് നമ്മൾക്ക് ഒറ്റ ഒരു വാക്കിൽ മറുപടി പറഞ്ഞുകൊണ്ട് നിയമത്തെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടോ എവിഡൻസിനെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടോ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ, അതിന് പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ അതിനകത്തില് ഈ കേസ് എടുത്തത് ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം ആൾക്കാരുടെ ഇടയിൽ വിവിധ തരത്തിലേക്കുള്ള കൺഫ്യൂഷൻ അല്ലെന്നുണ്ടെങ്കിൽ സംശയങ്ങൾ നിലനിൽക്കപ്പെടുന്നു. ഒപ്പം തന്നെ നമുക്ക് കിട്ടാനുള്ള ലോസുകളോ കിട്ടാനുള്ള കോമ്പൻസേഷനുകളോ നമ്മൾ ഫേസ് ചെയ്യപ്പെടുന്ന മറ്റ് ഇഷ്യൂസുകൾക്കകത്തിലെല്ലാം നമുക്കൊരു നിയമത്തിന്റെ പിൻബലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആർബിട്രേഷനും മീഡിയേഷനും കൺസിലേഷനും ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് പ്രൈമ ഫേഷ്യ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നിയമപരമായിട്ടുള്ള പരിരക്ഷ അഷ്വർ ചെയ്യുക എന്നുള്ളത് കാര്യം ഈ പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ 1971 തുടങ്ങിയ ഒരു ഷിപ്പിംഗ് കമ്പനിയാണ് MSC എന്ന് പറയുന്നത്. 54 വർഷത്തെ പിന്നിട്ടപ്പോൾ ലോകരാജ്യങ്ങളിലെ ഒരു വലിയ ഷിപ്പിംഗ് കമ്പനി ആയിട്ട് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള അവർ ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളതായിരിക്കുമല്ലോ. അപ്പൊ നമ്മളൊരു കേസ് എടുത്തുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തലത്തിൽ ഇത്തരത്തിലേക്ക് ഒരു ഇഷ്യൂ ഉണ്ടായത് കൊണ്ടോ അതിന്റെ ഗുഡ്വില്ലിനെ ബാധിക്കുമെന്നോ അതിന്റെ ബ്രാൻഡിനെ ബാധിക്കുമെന്നോ ഒന്നും തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നാവിഗേഷനും ട്രാൻസ്പോർട്ടേഷനും എപ്പോഴും ആക്സിഡന്റുകളും റിസ്കുകളും ഒക്കെ ഉൾപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു മേഖലയാണ്. അപ്പൊ അങ്ങനത്തെ വരുന്ന കാര്യത്തിനകത്തിലേക്ക് ആക്സിഡന്റുകളും റിസ്കുകളും പ്രോബ്ലംസും ഉണ്ടാകുമ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്ന ടൈറ്റാനിക്കിന്റെ അപകടം ഉണ്ടായത് തൊട്ട് ഇങ്ങോട്ടുള്ള ചരിത്രങ്ങൾ നാം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം ഈ പറയുന്ന പുതിയ കൺവെൻഷനുകൾ UN കൊണ്ടുവരികയും അതിനെ ടൈം ടു ടൈമിൽ അമെന്റ്മെന്റ് നടത്തുകയും അതിനോടൊപ്പം തന്നെ കടലിനകത്തിലേക്കുള്ള സേഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സോളാസ് കൊണ്ടുവരികയും കാർഗോ കൊണ്ടുവരുന്നതിനകത്തിലെ കാരേജ് ബൈ ഗുഡ്സ് ബൈ സീ ആക്ട് കൊണ്ടുവരികയും നമ്മളെ സംബന്ധിച്ചിടത്തോളം കൺവെൻഷൻസും വിവിധ തരത്തിലുള്ള UN അല്ലെങ്കിൽ IMOയും വിവിധ തരത്തിലുള്ള ഓയിൽ പൊള്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറൈൻ പൊള്യൂഷനുമായിട്ടുള്ള മാർപോള്, ഓയിൽ പോള് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം രാജ്യങ്ങളിലും ലോകങ്ങളിലും കൊണ്ടുവരികയും അല്ലെങ്കിൽ IMO പോലുള്ള കമ്പനി ഓർഗനൈസേഷൻ 176 രാജ്യങ്ങൾ ആ കൺവെൻഷനിലെ പാർട്ടാവുക ഒക്കെ ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? 71% വരുന്ന ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷനുമായിട്ടും ബന്ധപ്പെട്ട് വരുന്ന കാര്യത്തിനകത്തിലെ
ഈ പറയുന്ന കടലിന്റെ ആയാലും സീഫെയറിന്റെ ആയാലും കാർഗോയുടെ ആയാലും കണ്ടെയ്നറിന്റെ ആയാലും മറ്റ് എൻവയോൺമെന്റിന്റെ ആയാലും എല്ലാം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ ഒക്കെ പ്രൊട്ടക്ഷൻ ഈ കടലും ഈ ആവാസ വ്യവസ്ഥയും ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ നിലനിന്നാൽ മാത്രമാണല്ലോ ലോകം മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം 95% നടക്കപ്പെടുന്ന ട്രേഡിനകത്തിലേക്ക് വരുന്ന സപ്ലൈ ചെയിനാണ് ഈ പറയുന്ന ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൾട്ടി മോഡൽ. അപ്പൊ അതിന് നിയമവ്യവസ്ഥയും സമാന്തരമായിട്ടുള്ളതാണ്. അത് നിയമം ആവശ്യമുള്ള സ്ഥലത്ത് നിയമം ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനകത്തിലെ. അത് പിന്നീട് ആണ് അതിന്റെ ട്രയലും ക്രോസും ഒക്കെ കഴിയുമ്പോഴാണ് പിന്നീട് അടുത്ത കാര്യം. പക്ഷെ നിയമം ആവശ്യമുള്ളിടത്ത് നിയമം ഉപയോഗിക്കുക എന്നാണ് എന്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഈ മനുഷ്യജീവന് അപകടമുണ്ടാകും വിധം ഈ കപ്പൽ കൈകാര്യം ചെയ്തു എന്ന നിലയിലാണ് നിലവിലിപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ കപ്പലിന്റെ സന്തുലിതാവസ്ഥ അത് നഷ്ടപ്പെട്ടു, എന്നാൽ അത് തിരികെ കൊണ്ടുവരാനുള്ള ഒരു തരത്തിലുള്ള ക്രമീകരണങ്ങളും ഈ കപ്പൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അത്തരത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളൊരു വിമർശനമാണ് ഉയരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ തന്നെയാകുമോ പോലീസിന്റെ നീക്കം? ഇതൊരു വിമർശനമാണ്. വിമർശനത്തെ നമുക്കൊരു എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഒരു ഷിപ്പ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഓഷ്യന്റെ കൾച്ചറെ, ഓഷ്യന്റെ നേച്ചറെ, അതിനകത്തിലെ നാവിഗേഷൻ ഓഫീസർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ, അതല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തിലെ മറൈൻ എഞ്ചിനീയർ, അല്ലെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വെസലിന്റെ കണ്ടീഷൻ, അങ്ങനെ അതുപോലെ കാർഗോ സ്റ്റാക്ക്, നിരവധി ഘടകങ്ങൾ ഇതിനകത്തിലുണ്ട്. ആ ഘടകങ്ങൾക്കകത്തിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിന് ഈ മാരിടൈം എന്ന് പറയുന്ന ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. ആ വാസ്റ്റ് സബ്ജക്റ്റിനകത്തിലേക്ക് നിരവധി ഘടകങ്ങൾ അതിനകത്തിലേക്ക് ഉൾപ്പെടുന്നതാണ്. നമ്മളൊരു ബോഡിയുടെ അനാട്ടമി നമ്മളെടുത്ത് പരിശോധിച്ചിട്ട് നമ്മളൊരു മെഡിക്കൽ ബോർഡ് കൂടുന്നതിന് അത്രയും ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും പറയുന്ന ഈ പ്രകൃതിയിലെ കീറി മുറിച്ച് മുന്നോട്ട് പോകുന്ന ഓഷ്യനിൽ കൂടെ പോകുന്ന ഒരു ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ നിരവധി ഘടകങ്ങളെ നാം പഠിച്ച് അതിനെ കൃത്യമായി സയന്റിഫിക് ആയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് സ്റ്റഡി ചെയ്ത് മാത്രമേ അതിനകത്തൊരു അഭിപ്രായം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാനൊരു നാവിഗേഷൻ ഓഫീസർ അല്ല, ഞാൻ ലോജിസ്റ്റിക്സ് ആൻഡ് ലോയും കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരാളാണ്. ഇതിന്റെ ലക്ഷക്കണക്കിന് കണ്ടെയ്നർ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ അതിൽ ഓരോ കോസ് ഓഫ് ആക്സിഡന്റും നാം ഇമാജിൻ ചെയ്ത തരത്തിലോ അല്ലെങ്കിൽ നാം ഇന്റർപ്രറ്റ് ചെയ്യുന്ന തരത്തിലോ ആണ് എന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ അതിന്റെ കോസ് ഓഫ് ആക്സിഡന്റ് എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിനെ കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൽ നിന്നും ഒരു കൺക്ലൂഷനിലേക്ക്, അതിനകത്ത് ഒരു അതോറിറ്റി മാത്രം വരാം, ഒരാൾ മാത്രം വരാം, ഒന്നിൽ കൂടുതൽ. അതിനാണല്ലോ നമ്മൾ മറൈൻ സർവേ. ഇപ്പം തന്നെ ഇവിടെ ഷിപ്പ് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഷിപ്പിന് അതിന്റെ ഓണേഴ്സിന് ക്ലെയിം കൊടുക്കാൻ വേണ്ടി P&A ക്ലബ്, പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡംനിറ്റി ക്ലബ് അതിനകത്ത് വരുമ്പോൾ ആ P&A ക്ലബ് അവർക്ക് അവരുടേതായിട്ട് സർവേ കാണും. സ്റ്റേറ്റിന്റേതായിട്ടുള്ള തരത്തിൽ സ്റ്റേറ്റിന്റെ എൻവയോൺമെന്റിനെയോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ എക്കോണമിയോ സ്റ്റേറ്റിന്റെ മറ്റു തരത്തിലുള്ള ഇൻട്രസ്റ്റിനെയോ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റിന്റേതായിട്ടുള്ള ആ സർവേ നടത്തേണ്ടി വരും. ഓരോ കണ്ടെയ്നറുകളും അല്ലെങ്കിൽ BL ഇഷ്യൂ ചെയ്തിരിക്കുന്ന ബിൽ ഓഫ് ലാഡിംഗ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഓരോ കസ്റ്റമേഴ്സും, അവിടെ എക്സ്പോർട്ടർ കാണും, ഇമ്പോർട്ടർ കാണും, അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തിലുള്ള മറ്റ് ആ ട്രാൻസാക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് കാണും. ഇവർക്കെല്ലാവർക്കും ഇപ്പൊ ഈ കണ്ടെയ്നർ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ക്ലെയിം കിട്ടണ്ടേ? കാർഗോ നഷ്ടപ്പെടുമ്പോൾ കാർഗോ ക്ലെയിം അവർക്കിത് വേണ്ടേ? ഇതിന് ക്ലെയിം കൊടുക്കപ്പെടുന്ന ഇൻഷുറൻസ് കമ്പനിക്ക് ഇത് വേണ്ടേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെരിഫറലായിട്ട് പറയുന്നതിനേക്കാൾ ഉപരി മാരിടൈമിന്റെ മൾട്ടിപ്പിൾ തലത്തിനകത്തിലേക്ക് ഈ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിന്റെ ശാസ്ത്രീയതയെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇത് ആരുടെ ഫാൾട്ടാണ് എന്താണെന്ന് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതല്ലാതെ നെഗ്ലിജൻസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനകത്തിലേക്ക് എനിക്ക് പറയാൻ വേണ്ടി കഴിയത്തില്ല. അല്ലെ നെഗ്ലിജൻസി കൊണ്ട് സംഭവിച്ചതാണോ എന്നുള്ള കാര്യത്തില് അതൊക്കെ വളരെ ശാസ്ത്രീയമായി പഠിച്ചു മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മളെ അപകടമുണ്ടാകുമ്പോൾ അതിന്റെ ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെ നാം പരിശോധിച്ച് എടുത്ത് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ എന്റെ കാഴ്ചപ്പോൾ അത് കേവലം നമ്മുടെ വർത്തമാനങ്ങൾ മാത്രമായിരിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.